ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് ചില ശത്രുക്കളൊക്കെ അപരാധം പറഞ്ഞു നടക്കുന്നുണ്ട്. 4 സ്വതന്ത്രരും ഒരു ഇന്നസെന്റും ബാക്കി പാർട്ടിക്കാരും എന്നാണത്രേ CPIMന്റെ സ്ഥാനാർത്ഥി പട്ടിക. പ്രചാരണം തുടങ്ങിയപ്പോൾ സാക്ഷാൽ പിണറായി വിജയൻ തന്നെ വന്ന് സ്ഥാനാർത്ഥികളുടെ ഇമേജ് അങ്ങ് ഉയർത്തി. ഇമാതിരി സ്ഥാനാർത്ഥികളെ വേറെ എവിടെ കിട്ടും? എന്നാൽ കെ മുരളീധരന് അതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ കഴിയില്ല. സ്ഥാനാർത്ഥി യോഗ്യതാ സംവാദമാണ് ഇനി. ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സ്ഥാനാർത്ഥികൾ 15 സീറ്റിൽ മാർക്സിസ്റ്റുകാരൻ മത്സരിക്കുന്നു. അതിൽ 5 സ്വതന്ത്രന്മാർ. ആരാണ് ഈ സ്വതന്ത്രന്മാർ? LDFന്റെ സ്ഥാനാർത്ഥികള് ചിലര് പേയ്മെന്റ് സീറ്റിൽ വന്നവരാണ് എന്ന് പറയുന്നവരുണ്ട്. ഏത് സ്ഥാനാർത്ഥിയാണ് അത്തരം ആളുകൾ ഉദ്ദേശിക്കുന്നത്? 2 മുൻ കോൺഗ്രസുകാർ. നമ്മുടെ ഫിലിപ്പോസ് തോമസ്. ഞങ്ങൾ നിർത്തിയ സ്വതന്ത്ര സ്ഥാനാർത്ഥികളിൽ ഒന്ന് ഫിലിപ്പോസ് തോമസ് ആണ്. തലേ ദിവസം വരെ KPCC നിർവാഹക സമിതി യോഗത്തിൽ എന്ത് ആവേശത്തോടെ പ്രസംഗിച്ച കോൺഗ്രസിന്റെ പ്രാധാന്യത്തിനെ കുറിച്ച്. ഫിലിപ്പോസ് തോമസ് കോൺഗ്രസുകാരനായിരുന്നു എന്നുള്ളത് ശരിയാണ്. ഒരു തവണ തോറ്റപ്പോ വീണ്ടും കൊടുത്തു, രണ്ടാമതും തോറ്റു, മൂന്നാമതും സീറ്റ് കൊടുത്തു. മൂന്നാമതും തോറ്റെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് ആണോ? അദ്ദേഹമാണ് ഇപ്പോ ഇടതുപക്ഷത്തിന്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. പക്ഷേ കോൺഗ്രസുകാരൻ ശശി തരൂരിനെ പോലെയോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളെ പോലെയുള്ള ഒരു കോൺഗ്രസുകാരനായിരുന്നില്ല അദ്ദേഹം. രണ്ടാമതൊരാളെ പൊന്നാനിയിൽ നിർത്തിയിട്ടുണ്ട്, ഒരു അബ്ദുറഹ്മാൻ. ഞാൻ ദൈവം സഹായിച്ചു ഇതുവരെ ഞാൻ അയാളെ കണ്ടിട്ടില്ല. എനിക്ക് അറിയില്ല ഇദ്ദേഹം കോൺഗ്രസ് ഇങ്ങനെ ഒരാളുണ്ടോ. കാരണം ഞാൻ KPC പ്രസിഡന്റ് ആയിരുന്ന ആളല്ലോ. പൊന്നാനിയിൽ നിൽക്കുന്ന അബ്ദുറഹ്മാനും ആ നാടാകെ അംഗീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി. ഒരു ജില്ലയിൽ ഒരു മുനിസിപ്പാലിറ്റിയിൽ മാത്രം അറിഞ്ഞിരുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ ET മുഹമ്മദ് ബഷീറിനെതിരായിട്ട് സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുക. അതുകൊണ്ട് ബഷീറിന് ഇത്തവണ കുറെ കൂടെ എളുപ്പമായി കാര്യം. ഞാൻ അല്ലെങ്കിൽ നല്ല വോട്ടോടുകൂടെ ജയിക്കേണ്ടതാണ്. ഇപ്പൊ അതിന്റെ വോട്ട് ഇരട്ടിയാവുന്ന ലക്ഷണമാണ്. നേരത്തെ അവരുടെ കൂടെ ആയിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോ അദ്ദേഹം ശരിയായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്നു. പിന്നെ നിർത്തിയിട്ടുള്ള ഒരു റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥൻ എറണാകുളത്ത്, തോമസ് മാഷ്ക്ക് നല്ല സുഖമായി, കാര്യമായിട്ടുള്ള പണിയൊന്നും എടുക്കണ്ട. ക്രിസ്റ്റി ഫെർണാണ്ടസ്, അദ്ദേഹം ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു. IAS ഉദ്യോഗസ്ഥൻ എന്ന നിലക്ക് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത് എല്ലാ കാലത്തും നല്ല രീതിയിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷെ IAS ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്യുന്നവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ച സമയത്ത് അതിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ച വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഇടുക്കിയിൽ പിന്നെ ആ ഒരു ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്കാർ ഞങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥി ജോയ്സ്, അദ്ദേഹം മലയോര ജനതയുടെ കണ്ണിലുണ്ണിയാണ്. മലയോര ജനതയോടൊപ്പം പോരാടിയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. ഇടുക്കിയിലൊന്ന് വന്ദിച്ചുകൊണ്ടാണ് ഒരു ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഉണ്ടാക്കി. തുടക്കം തന്നെ ആ സംരക്ഷണ സമിതിയെ നിലയ്ക്ക് നിർത്തേണ്ടായെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതിന്റെ ലീഗൽ അഡ്വൈസർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി, പറയാൻ നാണമില്ലേ? ഇന്നസെന്റ്, സിനിമാ നടൻ എന്ന് പറഞ്ഞാലും നല്ല ആള് തന്നെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നല്ല അഭിനയിക്കുന്ന കഴിവൊക്കെ ഉണ്ട്. കേരളത്തിന്റെ അതിപ്രശസ്തനായ സിനിമാ നടൻ. കിലുക്കത്തിലെ ലോട്ടറി അടിച്ച പോലെയായി. കിലുക്കം എന്ന സിനിമയിൽ പറഞ്ഞല്ലോ, അടിച്ചു മോളെ എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്ന് പറഞ്ഞിട്ട് ചാടട്ടി. എല്ലാ മലയാളികളും ഇഷ്ടപ്പെടുന്ന ഇന്നസെന്റ്, അദ്ദേഹത്തിനെ പറ്റിയും ഒരു തരത്തിലുള്ള വിവാദവും ഇതേവരെ ഉയർന്നിട്ടില്ല. സ്വാഭാവികമായും അദ്ദേഹത്തെ ഞങ്ങൾ അംഗീകരിച്ചു, സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. ഏതാണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും മൂപ്പന്റെ സ്ഥിതി തന്നെയാവും. ഞാൻ പറഞ്ഞു, ഞാൻ ഇത് കഴിഞ്ഞാൽ സമയം കിട്ടുകയാണെങ്കിൽ അഭിനയിക്കും. സമയം ധാരാളം കിട്ടും, കാരണം ജയിക്കുമെന്ന് അങ്ങനെ യാതൊരു ഭയവുമാണ്. ഡോക്ടർ ബെന്നറ്റ് അബ്രഹാം ഏതെങ്കിലും തരത്തിൽ പേയ്മെന്റ് നടത്തി സ്ഥാനാർത്ഥിയാകാൻ പറ്റുന്ന ഒരാളാണ്. 4 സീറ്റ് CPI-കാരൻ കിട്ടിയപ്പോൾ 1 സീറ്റ് വിറ്റു. എന്തിനാ? മറ്റു 3 പേർക്കും കാശുണ്ടാക്കാൻ വേണ്ടി. പാവപ്പെട്ടവരോട് കരുണയുള്ളൊരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആദ്യം പറഞ്ഞു എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ബിനോയ് വിശ്വം. നോക്കിയപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞു, 2ാം സ്ഥാനത്ത് തോൽക്കുകയാണെങ്കിൽ ഞാൻ മത്സരിക്കാം, 3ാം സ്ഥാനത്തേക്ക് പോകാൻ ഞാനില്ല. ദിവാറിന്റെ പേര് പറഞ്ഞു, ദിവാരൻ പ്രാണനും കൊണ്ടോടി. അവസാനം ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുകിട്ടി. ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികളാണ് പലയിടത്തും നമുക്ക് കാണാൻ കഴിയും. കുറെ കാലം ഈ നമ്മൾ മുമ്പൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കുട്ടിയായിരുന്നപ്പോ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ ഈ ആട്ടമ്മി കൊത്താൻ വേണ്ടി വരും. ഇങ്ങനെ വിളിച്ചു വയ്ക്കും, അമ്മി കൊത്താനുണ്ടോ, അമ്മി കൊത്താനുണ്ടോ, ആട്ടമ്മി കൊത്താനുണ്ടോ, സ്ഥാനാർത്ഥിയെ കിട്ടാനുണ്ടോ, സ്ഥാനാർത്ഥിയെ കിട്ടാനുണ്ടോ, സ്ഥാനാർത്ഥിയെ കിട്ടാനുണ്ടോ. ഇമാതിരി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടും അപരാധം പറയുന്നവരെ വെറുതെ വിടരുത്.
എല്ലാവരെയും സഖാക്കൾ ജയിപ്പിക്കണം. എന്തായാലും CPIM-ന്റെ ഒരു കഴിവ് കോൺഗ്രസുകാർ സമ്മതിച്ചു കൊടുക്കും. ഘടകകക്ഷികളെ ഭക്ഷിക്കുകയും ബാക്കിയാകുന്ന ചണ്ടി കോൺഗ്രസുകാർക്ക് കൊടുക്കുകയും ആണത്രേ സഖാക്കൾ ചെയ്യുന്നത്. സ്ത്രീകൾ പ്രസവിച്ചാൽ പ്രസവലേഹ്യം കഴിക്കാറുണ്ട്. പൂച്ച പ്രസവിച്ചാൽ പ്രസവിച്ച കുഞ്ഞിനെ ഒന്നെടുത്ത് ഭക്ഷിക്കുന്നതായിട്ടാണ് ഞാൻ പറഞ്ഞു കേട്ടത്. കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായി ഓരോ തെരഞ്ഞെടുപ്പിലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കൂടെയുള്ള ഒരു കക്ഷിയെ സേവിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മനയത്തന്നോട് പിണങ്ങരുത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തത് സോഷ്യലിസ്റ്റ് ദളിനെയാണ് ലേഖ്യമായി ഉപയോഗിച്ചത്. അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ NCP ആത്മാഭിമാനമില്ലാത്ത പാർട്ടിയാണ്. അവരിപ്പോഴും അവിടെ തന്നെയാണ്. അന്ന് NCP-യോടാണ് കടുകൈ ചാടിയത്. ഈ തെരഞ്ഞെടുപ്പിൽ RSP-യോടാണ് അവരത് ചെയ്തിട്ടുള്ളത്. CPIM എല്ലാത്തിനെയും വിഴുങ്ങിക്കളയുകയും സത്തയെല്ലാം ഊറ്റിയെടുത്തതിന് ശേഷം ബാക്കിയാകുന്ന ചണ്ടിയെ UDF സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് അബു പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ജനതാദളും RSPയും ഒക്കെ വെറും ചണ്ടിയായിട്ടാകുമോ UDF-ൽ എത്തിയിട്ടുണ്ടാവുക? അണികളൊന്നും കൂടെയില്ലേ? അവരായി അവരുടെ പാടായി. ഡെമോക്രസിയിൽ ഇനിയൊരു ഇടവേളയാണ്. അത് കഴിഞ്ഞ് ഹോളി ആഘോഷം.